ഒന്നാം ഘട്ട വോട്ടെടുപ്പിന് രണ്ടാഴ്ച മാത്രം ബാക്കി നിൽക്കെ പ്രചരണം കടുപ്പിച്ച് പാർട്ടികൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുപിയിലെ സഹറൻപൂരിൽ റാലിയിൽ പങ്കെടുക്കും. പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ജയ്പൂരിൽ ഇന്ന് കോൺഗ്രസിന്റെ റാലി നടക്കും. പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖർഗെ, സോണിയാഗാന്ധി തുടങ്ങിയ നേതാക്കൾ റാലിയിൽ പങ്കെടുക്കും. വിവരങ്ങളുമായി ER രാഗേഷ് ചേരും. രാഗേഷ്, സംസ്ഥാനങ്ങൾ തോറും റാലികൾ സജീവമാണ്. കോൺഗ്രസും BJPയും റാലിയുമായി സജീവമാണ്. എന്താണ് അവരുടെ രാഷ്ട്രീയപരമായ നീക്കം? പാർവതി, ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പിന് ഇനി രണ്ടാഴ്ച മാത്രമാണ് ബാക്കിയുള്ളത്. ഏപ്രിൽ 19-നാണ് ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. ഏതായാലും ഇതിന് മുന്നോടിയായി പ്രചാരണ രംഗത്ത് സജീവമാണ് രാഷ്ട്രീയ പാർട്ടികൾ. ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി UPയിലാണുള്ളത്. UPയിൽ പ്രധാനമായും പശ്ചിമ UPയാണ് ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. പശ്ചിമ UPയിലെ 8 മണ്ഡലങ്ങളാണ് ആദ്യഘട്ടത്തിൽ വിധി എഴുതുക. സഹറൻപൂർ അടക്കമുള്ള മണ്ഡലങ്ങളിൽ ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കും. സഹറൻപൂർ, കൈരാന, മുസഫർ നഗർ, ബിജ്നോർ, നാഗിന, മൊറാദാബാദ്, രാംപൂർ, പിലിഭിത്ത് ഇങ്ങനെ 8 മണ്ഡലങ്ങളിലാണ് ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുക. ഏതായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നുള്ളത് സഹറൻപൂരിലാണ്. ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന മണ്ഡലമാണ് സഹറൻപൂർ. അവിടെയാണ് പ്രധാനമന്ത്രിയുടെ ആദ്യ റാലി. ഏതാണ്ട് 9:30 ആദ്യ റാലിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. ഈ സഹറൻപൂർ റാലിയിൽ സഹറൻപൂരിലെ സ്ഥാനാർത്ഥിക്ക് പുറമെ കൈരാന മണ്ഡലത്തെ സ്ഥാനാർത്ഥിയും പങ്കെടുക്കും. ഇരുവർക്കും വോട്ട് ചോദിച്ചാണ് പ്രധാനമന്ത്രി ഇന്ന് സഹറൻപൂരിൽ റാലിയിൽ പങ്കെടുക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷം ഗാസിയാബാദിലാണ് പ്രധാനമന്ത്രി ഉള്ളത്. ഗാസിയാബാദിലെ റോഡ് ഷോയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ അതുൽ ഗാർഗാണ് സ്ഥാനാർത്ഥി. നേരത്തെ ജനറൽ VK സിംഗ് ആണ് ഇവിടെ സ്ഥാനാർത്ഥിയെങ്കിൽ ഇത്തവണ അദ്ദേഹം മത്സരരംഗത്തില്ല. അതുൽ ഗാർഗിനെയാണ് BJP രംഗത്തിറക്കിയിരിക്കുന്നത്. അങ്ങനെ പശ്ചിമ UPയിൽ പരമാവധി സീറ്റുകൾ നേടുക എന്ന ലക്ഷ്യം തന്നെയാണ് BJPക്കുള്ളത്. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും BJPക്ക് വലിയ വിജയം അവിടെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇത്തവണ BJPയെ സംബന്ധിച്ചിടത്തോളം നിർണായകമാകുന്ന അല്ലെങ്കിൽ അനുകൂലമാകുന്ന പശ്ചിമ UPയിലെ അനുകൂലമാകുന്ന പ്രധാനപ്പെട്ട ഘടകം ജാട്ട് പാർട്ടി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന RLD NDAക്കൊപ്പമാണ് എന്നുള്ളതാണ്. അപ്പോൾ അവർ കൂടി ഒപ്പമത്തോടുകൂടി കഴിഞ്ഞ തവണത്തേതിന് സമാനമായ രീതിയിൽ വലിയ മുന്നേറ്റം ആ മേഖലയിൽ നടത്താൻ കഴിയുമെന്ന് BJP പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. കോൺഗ്രസ് ആകട്ടെ ഇന്നലെയാണ് പ്രകടന പത്രിക പുറത്തിറക്കിയത്. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ് യാത്രയിൽ ചില പ്രഖ്യാപനങ്ങൾ 5 ഗ്യാരണ്ടികൾ പ്രഖ്യാപിച്ചിരുന്നു. അതിൽ ഊന്നിക്കൊണ്ട് 5 തൂണുകൾ എന്നാണ് നീതിയുടെ 5 തൂണുകൾ എന്നാണ് കോൺഗ്രസ് തന്നെ വിശേഷിപ്പിച്ചത്. അപ്പോൾ അതിൽ ഊന്നിക്കൊണ്ടായിരുന്നു കോൺഗ്രസിന്റെ പ്രകടന പത്രിക. ഏതായാലും ആ പ്രകടന പത്രിക കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യമാണ് കോൺഗ്രസിനുള്ളത്. ഇതിന്റെ ഭാഗമായാണെന്ന് ജയ്പൂരിൽ റാലി നിശ്ചയിച്ചിരിക്കുന്നത്. ആദ്യ റാലി ജയ്പൂരിൽ നിശ്ചയിക്കാനും ഒരു കാരണമുണ്ട്. കാരണം രാജസ്ഥാനിൽ ആദ്യ 2 ഘട്ടങ്ങളിലായാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. അതായത് ആദ്യഘട്ടം ഏപ്രിൽ 19-ന് ആദ്യഘട്ടത്തിൽ 12 മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് നടക്കും. അതിനുശേഷം ഏപ്രിൽ 26-ന് കേരളത്തിന് ഒപ്പം രണ്ടാം ഘട്ടത്തിൽ 13 മണ്ഡലങ്ങളിലും വോട്ടെടുപ്പ് നടക്കും. അപ്പോൾ ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന പശ്ചാത്തലമാണ് ഇപ്പോൾ രാജസ്ഥാനിലേക്ക് കോൺഗ്രസ് നേതാക്കൾ എത്തുന്നത്. ഇന്ന് നടക്കുന്ന റാലിയിൽ ഏതായാലും സോണിയാഗാന്ധിയും മല്ലികാർജ്ജുൻ ഖർഗെ അടക്കമുള്ള നേതാക്കൾ പങ്കെടുക്കും. ഈ പ്രകടന പത്രികയിൽ മുന്നോട്ട് വെച്ച കാര്യങ്ങൾ അത് കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഏതായാലും ലക്ഷ്യം. പാർവതി, രാകേഷ്, മറ്റൊരു കാര്യം, പ്രകടന പത്രികയിലും CAA വിഷയത്തിൽ കോൺഗ്രസ് മൗനം തുടരുകയാണ്. പ്രകടന പത്രികയിൽ CAA കുറിച്ച് ഉൾപ്പെടുത്തുമെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നെങ്കിലും ഇക്കാര്യം പത്രികയിൽ ഇല്ല. എന്താണ് ഇതേക്കുറിച്ച് വിവരങ്ങൾ? പൗരത്വ ഭേദഗതി നിയമം പ്രത്യേകിച്ച് അത് വിജ്ഞാപനം ചെയ്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ നോട്ടിഫിക്കേഷൻ ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പാണ് കേന്ദ്ര സർക്കാർ അത്തരമൊരു നീക്കം നടത്തിയത്. പ്രത്യേകിച്ച് കേരളത്തിലടക്കം അത് വലിയ ചർച്ചയായിരുന്നു. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് വടക്കിഴക്കൻ സംസ്ഥാനമായ അസമിലടക്കം ഇത് വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്തിരുന്നു. കേരളത്തിൽ ഏതായാലും CAA നടപ്പാക്കില്ല എന്ന് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഇന്നലെ നോക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ തലയോലപ്പറമ്പിലെ റാലിയിൽ അദ്ദേഹം രാഹുൽ ഗാന്ധിക്കെതിരെയാണ് ഈ വിഷയത്തിൽ കടുത്ത വിമർശനം ഉന്നയിച്ചത്. മുഖ്യമന്ത്രി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി റാലിയിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ റാലിയിലൊക്കെ മുഖ്യമന്ത്രി ആവർത്തിച്ച് വ്യക്തമാക്കുന്നത് കോൺഗ്രസിന് പൗരത്വ ഭേദഗതി നിയമത്തിൽ കോൺഗ്രസിന് നിലപാടില്ല, കോൺഗ്രസിന് ആത്മാർത്ഥതയില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നത്. ഇന്നലെ തലയോലപ്പറമ്പിൽ റാലിയിൽ സൂചിപ്പിച്ച കാര്യം രാഹുൽ ഗാന്ധി കേരളത്തിൽ എത്തുമ്പോഴെങ്കിൽ പോലും ഈ വിഷയത്തിൽ മൗനം വെടിയുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അതുണ്ടായില്ല എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. അതിന് പിന്നാലെയാണ് കോൺഗ്രസിന്റെ പ്രകടന പത്രിക പുറത്തിറങ്ങിയത്. ഇതിൽ ന്യൂനപക്ഷങ്ങളുടെ ഭരണഘടനാപരമായ അവകാശങ്ങൾ സംരക്ഷിക്കുമെന്ന് ഈ പ്രകടന പത്രികയിൽ പറയുന്നുണ്ട്. പക്ഷേ CAA എന്ന വാക്ക് എവിടെയും പരാമർശിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. സ്വാഭാവികമായും അത് CPM അടക്കമുള്ള കക്ഷികൾ ഇന്ന് ആയുധമാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് അല്പസമയത്തിനകം തന്നെ മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുന്നുണ്ട് ആലപ്പുഴയിൽ. ആ വാർത്താ സമ്മേളനത്തിൽ ഇക്കാര്യം സൂചിപ്പിക്കാൻ തന്നെയാണ് സാധ്യത. മറ്റൊന്ന് പ്രധാനമായും ചൂണ്ടിക്കാണിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം ജമ്മു കശ്മീരിന്റെ പ്രത്യേക പദവിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അതായത് ജമ്മു കശ്മീരിന് സംസ്ഥാന പദവി നൽകുമെന്ന്
കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷേ NDA സർക്കാർ, മോദി സർക്കാർ, രണ്ടാം മോദി സർക്കാരാണ് അധികാരത്തിൽ വന്നതിന് തൊട്ടു പിന്നാലെ 2019 ജമ്മു കശ്മീർ ഉണ്ടായിരുന്ന പ്രത്യേക പദവി റദ്ദാക്കിയത്. പക്ഷേ അതേക്കുറിച്ചൊന്നും തന്നെ ഈ പ്രകടന പത്രികയിൽ പരാമർശിക്കുന്നില്ല. സ്വാഭാവികമായും ആ വിഷയങ്ങളും കേരളത്തിൽ വരും ദിവസങ്ങളിൽ ചർച്ചയ്ക്ക് വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഏതായാലും CAA ആദ്യഘട്ടം മുതൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രത്യേകിച്ച് കേരളത്തിൽ വലിയ ചർച്ചയാക്കിയിരുന്നു, ഇടതുമുന്നണി വലിയ ആയുധമാക്കിയിരുന്നു. അപ്പോൾ CAA വിഷയം വരും ദിവസങ്ങളിൽ പ്രചാരണത്തിന്റെ മുഖ്യ വിഷയമാകാൻ തന്നെയാണ് സാധ്യത. കാരണം മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഈ വിഷയത്തിൽ ഊന്നിക്കൊണ്ടായിരുന്നു പ്രചാരണം. ഇന്നും മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ CAA പരാമർശിക്കാത്തത് ആയുധമാക്കാൻ തന്നെയാണ് സാധ്യത. പാർവതി. രാകേഷ്, മറ്റൊരു കാര്യം, നേരത്തെ തന്നെ കോൺഗ്രസിന് CAA-യോട് മൃദു സമീപനം എന്ന ആക്ഷേപം ഉയർന്നിരുന്നു. ഈ സാഹചര്യത്തിൽ CPM അടക്കമുള്ളവർ തെരഞ്ഞെടുപ്പ് പശ്ചാത്തലമാക്കി ഏത് തരത്തിലായിരിക്കും ഇത് ആയുധമാക്കുക? CAA തെരഞ്ഞെടുപ്പ് കാലത്ത് വലിയ ചർച്ചാ വിഷയമാണ് പാർവതി. കാരണം നേരത്തെ തന്നെ ഈ CAA 2020 കൊണ്ടുവന്നപ്പോൾ തന്നെ അന്ന് പ്രമേയം പാസാക്കിയ സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം. അന്ന് കേരള നിയമസഭ ഒറ്റക്കെട്ടായാണ് ഈ വിഷയത്തിൽ പ്രമേയം പാസാക്കിയത്. അതിനുശേഷം സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കുന്ന സാഹചര്യമുണ്ടായി. അതിനുശേഷം കേന്ദ്രം ഈ വിഷയം വിജ്ഞാപനം ചെയ്തപ്പോൾ, തെരഞ്ഞെടുപ്പ് കാലത്താണ് ഈ വിജ്ഞാപനം വരുന്നത്, ഈ വിജ്ഞാപനം ചെയ്തപ്പോൾ പോലും അത്തരമൊരു നിലപാട് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചു. സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ പോയി. മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല സ്വന്തം നിലയ്ക്കും കോടതിയെ സമീപിച്ചിരുന്നു. DYFI അടക്കമുള്ള സംഘടനകളും മുസ്ലിം ലീഗും പോയി. അപ്പോൾ ഒരു സജീവ രാഷ്ട്രീയ വിഷയമാണ് CAA എല്ലാ കാലത്തും കേരളത്തിൽ. അപ്പോൾ പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷിയുടെ, പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് കൂടി ഭാഗമായ മുന്നണിയെ നയിക്കുന്നത് കോൺഗ്രസ് ആണ്. ആ പാർട്ടിയുടെ പ്രകടന പത്രികയിലാണ് CAA എന്ന വാക്ക്, അല്ലെങ്കിൽ അധികാരത്തിൽ വന്നാൽ CAA പിൻവലിക്കുമെന്ന് സൂചിപ്പിക്കാത്ത എന്നാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കുക. സ്വാഭാവികമായും ഈ വിഷയം ഇന്ന് CPM മുഖപത്രമായ ദേശാഭിമാനിയിലടക്കം പ്രധാനപ്പെട്ട വാർത്തയാണ്. അതിന് തലക്കെട്ട് തന്നെ CAA ഇല്ല എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ്. ഇപ്പോൾ BJP നേതാവ് സന്ദീപ് വാര്യർ ചേരുന്നു. ശ്രീ സന്ദീപ് വാര്യർ, ഇപ്പോൾ കോൺഗ്രസിന്റെ പ്രകടന പത്രിക പുറത്തിറക്കിയിരിക്കുന്നു. ഇതിൽ CAA നിയമത്തെക്കുറിച്ച് പരാമർശിക്കുക പോലും ചെയ്തിട്ടില്ല. താങ്കൾ എങ്ങനെ കാണുന്നു? അല്ല, വാസ്തവത്തിൽ ഒട്ടും പ്രസക്തമല്ലാത്തൊരു കാര്യത്തെക്കുറിച്ച് ഈ ചർച്ച സംഘടിപ്പിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കോൺഗ്രസ് 40 സീറ്റ് നേടി പ്രതിപക്ഷത്ത് പോലും എത്താൻ പോകുന്നില്ല. പ്രതിപക്ഷ നേതാവ് സ്ഥാനം കിട്ടണമെങ്കിൽ പോലും 54 സീറ്റ് വേണം. ആ സീറ്റ് പോലും ലഭിക്കുമോ എന്നുള്ളൊരു ഉറപ്പ്, ഒന്നൊരു ആത്മവിശ്വാസം ഇപ്പോൾ കോൺഗ്രസിലില്ല. ഈ പ്രകടന പത്രിക എന്നുള്ളതൊക്കെ വാസ്തവത്തിൽ കോൺഗ്രസിന്റെ ഒരു ഔപചാരികതയ്ക്കപ്പുറം കോൺഗ്രസിന് എന്തെങ്കിലും പ്രാധാന്യം ആ പ്രകടന പത്രിക കൊടുത്തിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ജനങ്ങൾക്ക് ആവശ്യമായിട്ട്, രാജ്യത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് ആവശ്യമായിട്ടുള്ള, ആധുനിക ഇന്ത്യയുടെ മുന്നോട്ടുള്ള കുതിപ്പിന് ആവശ്യമായിട്ടുള്ള, നമ്മുടെ യുവതലമുറയുടെ ആസ്പിരേഷൻസ് നടപ്പിലാക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു പദ്ധതിയോ ഒരു മിഷനോ. ശരി, ശ്രീ സന്ദീപ് വാര്യർ. ഇപ്പോൾ CPM നേതാവ് അഡ്വക്കേറ്റ് അനിൽകുമാറുണ്ട്. ശ്രീ അനിൽകുമാർ, CPM വ്യക്തമായ പൗരത്വ നിയമ ഭേദഗതിയിൽ CPM വ്യക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അക്കാര്യം അത് സംബന്ധിച്ച് കേരളത്തിലെമ്പാടും റാലികൾ അടക്കമുള്ളവ സംഘടിപ്പിക്കുകയും നിലപാട് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ കോൺഗ്രസിന് ഇക്കാര്യത്തിൽ വ്യക്തത വരുത്താൻ സാധിക്കുന്നില്ല. സംസ്ഥാന തലത്തിലായാലും ദേശീയ തലത്തിലായാലും വ്യക്തമായൊരു നിലപാട് സ്വീകരിക്കാൻ കോൺഗ്രസിന് സാധിക്കുന്നില്ല. താങ്കൾ എന്താണ് കരുതുന്നത്? ഇവിടെ BJPയുടെ പ്രതിനിധി സംസാരിച്ചപ്പോ BJP ഏതാണ്ട് വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നൊരു ആത്മവിശ്വാസത്തിലാണ് പറയുന്നത് കേട്ടത്. കേരളത്തിലെ 2 അക്കം കടക്കുമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത്. കേരളത്തിൽ 10 സീറ്റ് കിട്ടുമെങ്കിൽ ഇന്ത്യയിൽ ഞങ്ങൾക്ക് 400 സീറ്റ് എന്നാണ് നരേന്ദ്രമോദിയുടെ അവകാശവാദം. അപ്പൊ കേരളത്തിലെ 10ന്റെ അവസ്ഥ എന്താണ്? നമുക്കെല്ലാം അറിയാവുന്ന യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം BJPയുടെ അവകാശവാദങ്ങളിൽ ഒരു വസ്തുതയില്ല. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഒരു കുറ്റവാളിയെ പിടിക്കാൻ പോലീസ് വരുമ്പോ പട്ടിയെ അഴിച്ചുവിട്ടിട്ട് പോലീസിനെ തടയാൻ ശ്രമിക്കുന്ന മാനസികാവസ്ഥയിലാണ് 10 കൊല്ലക്കാലം ഇന്ത്യ ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാർ അധികാരം വിട്ടൊഴിയേണ്ടി വരുന്നു എന്നൊരു സാഹചര്യം വന്നപ്പോഴാണ് EDA പോലുള്ള അന്വേഷണ ഏജൻസികളെ അഴിച്ചുവിട്ട് എല്ലാവരെയും വേട്ടയാടാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അത്തരമൊരു സന്ദർഭത്തിൽ ഇന്ത്യ മുന്നണിക്ക് ഇന്ത്യയിൽ നല്ല വിജയസാധ്യത വന്നിരിക്കുന്നു. ആ മുന്നണിയുടെ പൊതുമിനിമം പരിപാടി അടിസ്ഥാനത്തിലായിരിക്കും ആ മുന്നണി പ്രവർത്തിക്കുക. ആ പൊതുമിനിമം പരിപാടിയെ നയിക്കാനുള്ള ശേഷി ഇടതുപക്ഷത്തിനുണ്ട് എന്നുള്ളതാണ് ഈ സംഭവം തെളിയിക്കുന്നത്. CAA വിഷയത്തിലാണെങ്കിലും കോമൺ സിവിൽ കോഡ് വിഷയത്തിലാണെങ്കിലും കോൺഗ്രസ് അറച്ചു നിൽക്കുന്ന കോൺഗ്രസിനോട് ഒരു കാരണവശാലും നിങ്ങൾ അറച്ചു നിൽക്കാൻ പാടില്ല എന്ന് പറയാൻ ഈ രാജ്യത്തെ മതനിരപേക്ഷ സമൂഹം ആഗ്രഹിക്കുന്നുണ്ട്.
അവർക്ക് അറച്ചു നിൽക്കേണ്ടി വരുന്നത് എന്താണ്? BJPയും കോൺഗ്രസും തമ്മിലുള്ള മതനിരപേക്ഷ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നതിലെ കോൺഗ്രസിന്റെ വീഴ്ചയുടെ ഭാഗമായി മൃദുഹിന്ദുത്വത്തിലേക്ക് കോൺഗ്രസ് താഴ്ന്നു പോകുന്നതിന്റെ ഭാഗമായിട്ടുള്ള അപജയങ്ങളാണ് സംഭവിച്ചു വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം കാര്യങ്ങളിൽ നിലപാടില്ലാത്തൊരു പാർട്ടിയായി കോൺഗ്രസ് മാറുന്നത്. പൊതുവിനിയോഗം പരിപാടിയോടെ അത്തരം കാര്യങ്ങളിൽ ഇടപെടാനാകും എന്നുള്ളതാണ് 2004 ഇടതുപക്ഷം തെളിയിച്ചത്. അതുകൊണ്ട് കോൺഗ്രസിന്റെ ഇക്കാര്യത്തിലുള്ള പ്രത്യയശാസ്ത്ര ശൂന്യത ഇടതുപക്ഷം നികത്തും എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ശരി, നന്ദി ശ്രീ അനിൽകുമാർ. ഇപ്പോൾ സന്ദീപ് വാര്യർ തുടരുന്നുണ്ട്. ശ്രീ സന്ദീപ് വാര്യർ, താങ്കൾ എന്താണ് മനസ്സിലാക്കുന്നത്? ദേശീയ തലത്തിൽ കോൺഗ്രസിന് ഈ വിഷയം ഉന്നയിക്കാൻ മടിക്കുന്നത് എന്തുകൊണ്ടെന്നാണ് താങ്കൾ മനസ്സിലാക്കുന്നത്? അല്ല, കോൺഗ്രസ് ഈ പ്രകടന പത്രികയ്ക്ക് അത്രമാത്രം സീരിയസ്നെസ്സും കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ അത്രമാത്രം ഗൗരവം കൊടുത്തിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം കോൺഗ്രസ് ഒരിക്കലും അധികാരത്തിലെത്താൻ പോകുന്നില്ല. ഇപ്പോ CPM പ്രകടന പത്രിക പുറത്തിറക്കിയിട്ടുണ്ട്. CPMന്റെ പ്രകടന പത്രികയിൽ പറയുന്നത് കാശ്മീരിന്റെ പ്രത്യേക പദവി പിൻവലിക്കും, അവിടെ സ്വയംഭരണാവകാശം കൊടുക്കും, CAA പിൻവലിക്കും. CPM എത്ര സീറ്റ് മത്സരിക്കുന്നുണ്ട്? CPM എത്ര സീറ്റ് ജയിക്കാൻ പോകുന്നുണ്ട്? പരമാവധി പോയാൽ ഒരു കൈവിരലിൽ എണ്ണാവുന്ന അത്ര സീറ്റിൽ മാത്രം MP-മാർ ഉണ്ടാകാൻ പോകുന്ന ഒരു പാർട്ടി, അതുപോലും ഉണ്ടാകുമോ എന്ന് സംശയമുള്ള ഒരു പാർട്ടി, ഇന്ത്യയുടെ പാർലമെന്റിൽ തന്നെ എത്തുമോ എന്ന് സംശയമുള്ള ഒരു പാർട്ടി പ്രകടന പത്രിക പുറത്തിറക്കിയിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ അത്രമാത്രം ഗൗരവമേ അർഹിക്കുന്നുള്ളൂ. ഇതിന് അനാവശ്യമായിട്ട് ഒരു ഗൗരവം കുറിച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. 2, CAA പിൻവലിക്കും എന്ന് പറഞ്ഞാൽ അത് പറയുന്നയാൾക്ക് എന്തെങ്കിലും വിവരം വേണ്ട. ഇത് കേൾക്കുന്നയാൾക്ക് കോമൺ സെൻസ് ഉണ്ട്, അത് മനസ്സിലാക്കണ്ടേ? CAA എന്താ? CAA ഒരു 1 ടൈം പാസ് മാത്രമാണ്. 2014 ഡിസംബർ 31 വരെ ഇന്ത്യയിലേക്ക് കടന്നു വന്നിട്ടുള്ള പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ എന്നീ രാഷ്ട്രങ്ങളിൽ മതപീഡനം അനുഭവിച്ചതിന്റെ പേരിൽ ഇന്ത്യയിലേക്ക് കടന്നു വന്നിട്ടുള്ള അഭയാർത്ഥികളായിട്ടുള്ള ആളുകൾക്ക് പൗരത്വം കൊടുക്കാനുള്ള 1 ടൈം പാസ് ആണ്. 2014 ഡിസംബർ 31 ശേഷം വന്നവർക്ക് അത് ആപ്ലിക്കബിൾ അല്ല. നിലവിൽ തന്നെ അവരുടെ ആപ്ലിക്കേഷൻ സ്വീകരിച്ച് അതിന്റെ പ്രൊസീജിയർ തുടങ്ങി അവർക്ക് പൗരത്വം കൊടുക്കുകയാണ്. ഇനി അത് റിവോക്ക് ചെയ്യാൻ സാധിക്കില്ല. പിന്നെ CAA പിൻവലിക്കുമെന്ന് പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത്? വെറുതെ ആളുകളുടെ CAA എന്താണെന്ന് ചുക്കും ചുണ്ണാമ്പോ അറിയാത്ത കുറെ വിഡ്ഢികളുടെ കയ്യടി കിട്ടാൻ വേണ്ടിയിട്ടാണ് CAA പിൻവലിക്കുന്നൊക്കെ പറയുന്നത്. ഇതെല്ലാം പാചക കസത്തിനപ്പുറം അത് പിൻവലിച്ചത് കൊണ്ടൊരു ഗുണവുമില്ല, പിൻവലിക്കാൻ സാധിക്കില്ല. മറ്റൊന്ന്, ഇവർക്ക് പിൻവലിക്കാൻ ആവശ്യമായ ഭൂരിപക്ഷവും കിട്ടാൻ പോകുന്നില്ല, ഇവർ അധികാരത്തിലെത്താൻ പോകുന്നില്ല. പിന്നെ എന്തിനാണ് ഈ ജനിക്കാത്ത കുട്ടിയുടെ ജാതകം എഴുതിക്കൊണ്ടിരിക്കുന്നത്? ശരി, വ്യക്തമാണ്. വിവരങ്ങളുമായി രാകേഷ് ചേരുന്നുണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്നും. രാകേഷ്, കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ CAA കുറിച്ച് പരാമർശമില്ല. ഏത് തരത്തിലായിരിക്കും സംസ്ഥാന തലത്തിൽ കോൺഗ്രസ് ഇത് സംബന്ധിച്ച് വിശദീകരിക്കാൻ പോകുന്നത്? പാർവതി, ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ AICC ആസ്ഥാനത്ത് ഈ പ്രകടന പത്രിക പുറത്തിറക്കിയ ശേഷമുള്ള വാർത്താ സമ്മേളനത്തിൽ ഇതേക്കുറിച്ചുള്ള ചോദ്യം KC വേണുഗോപാലിനോട് മാധ്യമങ്ങൾ ആരാഞ്ഞിരുന്നു. CAA പരാമർശിക്കാത്തത് ആരാഞ്ഞിരുന്നു. അപ്പോൾ അതിൽ KC വേണുഗോപാൽ അതിന് നൽകിയ മറുപടി CAA കുറിച്ച് പ്രത്യേകം പറയേണ്ടതില്ല എന്നായിരുന്നു. സ്വാഭാവികമായും വരും ദിവസങ്ങളിൽ ഇത് സംസ്ഥാനത്ത് ചർച്ചയാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കൾക്ക് പുറമെ ലീഗും ഇക്കാര്യത്തിൽ വിശദീകരിക്കേണ്ടി വരും. കാരണം നേരത്തെ തന്നെ ഈ വിഷയത്തിൽ ലീഗ് പലപ്പോഴും CPM ലീഗിനെ സമ്മർദ്ദത്തിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതായത് കോൺഗ്രസിന്റെ മൃദു ഹിന്ദുത്വ സമീപനം കോൺഗ്രസ് സ്വീകരിക്കുന്നു എന്നായിരുന്നു CPM അടക്കമുള്ള കക്ഷികളുടെ ആക്ഷേപമായി അവർ ഉന്നയിച്ചിരുന്നത്. അപ്പോൾ CAA അടക്കമുള്ള വിഷയങ്ങൾ പരാമർശിക്കാത്തത് ലീഗിന് കൂടി അതിനകത്ത് മറുപടി നൽകേണ്ടി വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. കോൺഗ്രസിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന വിഷയമല്ല, ലീഗിന് കൂടി ഈ വിഷയത്തിൽ സ്വാഭാവികമായും ലീഗ് നേതാക്കൾ കൂടി പ്രതികരിക്കേണ്ടതുണ്ട്. ഏതായാലും CPM അടക്കമുള്ള പാർട്ടികൾ LDF പ്രത്യേകിച്ച് വലിയ ചർച്ചയാക്കും എന്ന കാര്യത്തിൽ, ഈ വിഷയം ചർച്ചയാക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. പ്രത്യേകിച്ച് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ മുഖ്യമന്ത്രിയുടെ റാലി എടുത്തു നോക്കുകയാണെങ്കിൽ എല്ലാ റാലിയിലും അദ്ദേഹം പരാമർശിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം പൗരത്വ ഭേദഗതി നിയമം തന്നെയാണ്. അതിൽ കോൺഗ്രസിനെ, സംസ്ഥാനത്തെ നേതാക്കളെയും ദേശീയ തലത്തിൽ മാത്രമല്ല രാഹുൽ ഗാന്ധിയെയും അദ്ദേഹം കടന്നാക്രമിച്ചു. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്നലെ പത്രിക പുറത്തിറക്കുന്ന തൊട്ടു മുമ്പ് നടത്തിയ പൊതുയോഗത്തിൽ അദ്ദേഹം വ്യക്തമാക്കിയത്. രാഹുൽ ഗാന്ധി കേരളത്തിലെത്തുമ്പോൾ എങ്കിൽ പോലും ഈ വിഷയത്തിൽ പ്രതികരിക്കുമെന്ന് കരുതി, പക്ഷെ അതുണ്ടായില്ല എന്ന വിമർശനമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഇന്നേതായാലും റാലിയല്ല, അദ്ദേഹം 9:30 മാധ്യമങ്ങളെ കാണുന്നുണ്ട്. സ്വാഭാവികമായും ഈ വിഷയത്തിൽ ഒരു പ്രതികരണം മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. പാർവതി. ശരി, കോൺഗ്രസ് പ്രകടന പത്രികയിൽ CAA കുറിച്ച് പരാമർശമില്ല. വിവരങ്ങൾ നൽകിയത് ER രാകേഷ്.